സർക്കാരിൻ്റെയും മറ്റ് അനുബന്ധ സംഘടനകളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടേതായ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാഹുലിൻ്റെ നമ്മുടെ അതിജീവിതൻ്റെ കുടുംബത്തിന് ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ രാഹുലിനെ വിളിച്ച് ലൈനിൽ കണക്ട് ചെയ്യണം. അപ്പം അദ്ദേഹം നമ്മളടുത്ത് സംസാരിക്കും. നേരിട്ട് വരാനുള്ള നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് അദ്ദേഹം ഓക്കെ ഞാൻ കണക്ട് ചെയ്യാം. ഒരു സെക്കൻഡ് കണക്ട് ആക്കുകയാണ്. ഉണ്ട്. ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു ക്ഷമ പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. ഞാൻ കേരളത്തിന് വെളിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇന്നലെ എന്റെ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള തുടക്കത്തിലായിരുന്നു. പക്ഷെ ഇന്ന് എന്റെ ജാമ്യത്തിന്റെ ഹിയറിംഗും കൂടെയാണ്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം റദ്ദാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഡ്വക്കേറ്റിന്റെ കൂടെ ഉപദേശപ്രകാരമാണ് ജാമ്യത്തിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ, കോടതിയുടെ ഒരു വിധി വരുന്നത് വരെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയാത്തത്. പക്ഷെ ഈ വിഷയം വളരെ പ്രധാനമാണ്. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, അഡ്വാൻസായി ക്ഷമ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി തന്നെ ദീപകിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറുമായി സംസാരിച്ചിരുന്നു. അമ്മയുടെ അക്കൗണ്ട് നമ്പർ അടക്കം നമ്മൾ എടുത്തിട്ടുണ്ട്. മെൻസ് കമ്മീഷൻ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും. ഞങ്ങൾ തന്നെ നേരിട്ട് കോടതിയുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഞാനും മുകേഷും അടക്കമുള്ളവർ ആ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് ഒരു പിന്തുണയായി കൊടുക്കും. 2, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരുന്നു. DGP പരാതി അക്നോളജ് ചെയ്യുകയും അത് കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്ത മെയില് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ പരാതിയുമായി മുമ്പോട്ട് പോകും. ദീപകിന്റെ കുടുംബവും പരാതിയുമായി മുമ്പോട്ട് പോകുന്ന കാര്യം അറിഞ്ഞു. ദീപകിന്റെ മാതാവിനും പിതാവിനും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും. 3, ഈ വിഷയം രാഷ്ട്രീയപരമായും വർഗീയപരമായും ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് ചെയ്യരുത്. അത് ദീപകിനോടുള്ള അനാദരവാണ്. മരിച്ചു കിടക്കുന്ന നമ്മുടെ കൂടെ ഇല്ലാത്ത ദീപകിനോടുള്ള അവഹേളനമാണ്. ഈ വിഷയം രാഷ്ട്രീയമല്ല, ഈ വിഷയം മതമല്ല, വർഗീയതയല്ല. ഈ വിഷയം ഒരു പുരുഷന് സഹായമില്ലാതെ അവന്റെ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികൾ കാരണം ആത്മഹത്യ ചെയ്ത നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ സുനീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഇതേപോലത്തെ ചെറുപ്പക്കാരനെ 1 മാസം 1.5 മാസം സുനീറിന്റെ ഉമ്മയുമായിട്ടൊക്കെ വന്ന് നമ്മൾ പ്രശ്നത്തിൽ വിളിച്ച് DGPയെ കൊണ്ടുപോവുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ഒരു പുരുഷന്റെ മനോവേദനയിലെ, ഒരു ആണിന്റെ മനോവേദനയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഈ വിഷയത്തിൽ ഒരു നിലപാട് പറയണമെന്നും അനുശോചനം രേഖപ്പെടുത്തണമെന്നും വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തെ മോശമായി ഉപയോഗിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും അതിനുള്ള സ്പേസ് കൊടുക്കരുത്, ഇടം കൊടുക്കരുത്. അതിശക്തമായ നിലപാടെടുക്കുകയും ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും വേണം. കാരണം ആ പെൺകുട്ടി ആത്മഹത്യാ പ്രേരണയാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം IT ആക്ടും ഇടണം. ഇപ്പോ ആ പെൺകുട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുന്നത് ദീപക് ആ പെൺകുട്ടിയെ എന്തോ മോശം ചെയ്തു എന്നാണ്. പല എഡിറ്റുകളുള്ള ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ വ്യക്തമാണ് ഈ പെൺകുട്ടിക്ക് വീഡിയോ എടുക്കാൻ സ്ഥലമുണ്ടായിരുന്നു. ഈ പെൺകുട്ടി കണ്ടക്ടറോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, ബാക്കി ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ തന്നെ നിന്ന് മനഃപൂർവ്വം വീഡിയോ എടുത്ത് റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരാളെ കൊലച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യണമെന്നല്ല, പക്ഷെ ദീപകിന് നീതി വേണം. ദീപകിന്റെ നീതി, നിയമം അനുശാസിക്കുന്ന നീതി ദീപകിന് കൊടുക്കണം. ദീപകിന്റെ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. എന്റെ കോടതി വ്യവഹാരങ്ങൾ ഒരുപക്ഷെ അവസാനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ കൂടി അറിയിച്ചുകൊണ്ട് ദീപകിന്റെ വീട്ടിലേക്ക് എത്തുകയും ഈ 1 ലക്ഷം രൂപ ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കുകയും ചെയ്യും എന്ന് അറിയിക്കുന്നു. പൊതുസമൂഹം, മാധ്യമങ്ങൾ, മെൻസ് കമ്മീഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമായി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് നാളെ ഈ ദീപക് നമ്മുടെ സഹോദരനാകാം, നമ്മുടെ മകനാകാം, നമ്മുടെ അച്ഛനാകാം, നമ്മുടെ സുഹൃത്താകാം. അങ്ങനെ
സ്ത്രീകളുടെ വ്യാജ വീഡിയോ, വ്യാജ പരാതിയിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ബാക്കി ഒരു വിഷയങ്ങളുമായിട്ടും ഇതിനെ ബന്ധപ്പെടുത്താതെ ഇത് യഥാർത്ഥത്തിൽ ഒരാൾ ആത്മഹത്യയുടെ വിഷയമാണ്. അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ വേദനയിൽ, അതിന്റെ വിഷമത്തിൽ സെൻസിറ്റീവും റെസ്പോൺസിബിളുമായി കണ്ടുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം. ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നില്ല. കാര്യം ആ പെൺകുട്ടി പരാതി എവിടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിജീവിതയുടെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത്. ആ പെൺകുട്ടിയുടെ ഏതെങ്കിലും രീതിയിലുള്ള ഐഡന്റിറ്റി വെളിവാക്കാത്തത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയ ആക്ഷൻ വേണം. ഒരു പ്രസ് നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കി ശ്രീ മുകേഷിന്റെ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് വായിക്കണം. എനിക്ക് അവിടെ എത്താൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ആ 3 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ദീപകിന്റെ കുടുംബത്തിന് ഞങ്ങൾ സാമ്പത്തിക സഹായം എത്തിക്കും. ദീപകിനെ യഥാർത്ഥത്തിൽ ആ കൊലയ്ക്ക് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ദീപകിന്റെ ആത്മഹത്യയിലേക്ക് തെളിവിട്ട ആ പെൺകുട്ടിയെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കണം. 3, മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ആ വീഡിയോ വെർട്ടിക്കലായിട്ട് വെക്കാമെങ്കിൽ ഹൗസ് ഹോൾഡ് പറയണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദീപകിന്റെ വിഷയം സജീവമായി നിങ്ങൾ ഓരോരുത്തരും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുകേഷ്, വീഡിയോ ഹൊറിസോണ്ടലായിട്ട് വെക്കാമെങ്കിൽ വെക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുകേഷിന്റെ സൗകര്യം കൊണ്ടാണ്. എങ്ങനെ വേണമെങ്കിൽ വെക്കാം. അവർക്ക് കാണുന്ന രീതി ഈ ഓൺലൈനായിട്ട് സമ്മേളനം അഡ്രസ് ചെയ്യുന്നതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന കാര്യം മറ്റൊരു അവസ്ഥ ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ ക്യാൻസൽ ചെയ്തിട്ട് വരാനിരുന്നതാണ്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളും അടക്കം നമ്മളും കൂടി എന്താ പറയണേ, ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ സേഫായി നിന്ന് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അത് ചെയ്യാത്തത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദീപകിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഈ വിഷയം ഹൈലൈറ്റ് ചെയ്യപ്പെടണം. മെൻസ് കമ്മീഷൻ കൊണ്ടുവരണം. 246 ബില്ലായി നമ്മുടെ നിയമസഭയുടെ പരിഗണനയിൽ നിൽക്കുന്ന കാര്യമാണ്. അത് വെളിയിൽ കൊണ്ടുവരേണ്ട. ഓൾറെഡി ബില്ലായി പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഗവൺമെന്റ്, അതായത് ഇടതു സർക്കാർ തന്നെ പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരികയും അവർ ബില്ലായി എടുത്ത് കൊടുക്കുകയും ചെയ്തതാണ്. ഇനിയും ഒരു ദീപം ഉണ്ടാവരുത്. അത് നമ്മുടെ നിശ്ചയദാർഢ്യമായിരിക്കണം. അതിനുവേണ്ടി ഏവരുടെയും പിന്തുണ വേണം. ആ പെൺകുട്ടിക്കെതിരെ ഇമ്മീഡിയറ്റ്ലി നടപടിയെടുക്കണം. ഇപ്പോൾ പോലും ദീപകിനെ അധിക്ഷേപിക്കുന്ന, ദീപകിന്റെ വീട്ടുകാരെ അധിക്ഷേപിക്കുന്ന ചിലർ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും മരിച്ച ഒരാളോട് നമ്മൾ കാണിക്കേണ്ട കരുണയെങ്കിലും ദീപകിനോട് കാണിക്കണം. ദീപകിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടില്ല. ദയവായി ശ്രദ്ധിക്കണം, തെറ്റുണ്ടായിട്ടില്ല. ആ വീഡിയോയിൽ നിന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണയും സൈബർ അധിക്ഷേപവും ചുമത്തി ആ പെൺകുട്ടിക്കെതിരെ ആക്ഷൻ എടുപ്പിക്കണം. അതിന്റെ പുറകെ ഏതറ്റം വരെ പോവുകയും ദീപകിന്റെ കുടുംബത്തിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയും മുകേഷ് മതി. ബാക്കി മുകേഷ് വായിച്ചാണ്. പുള്ളിക്ക് പറയാനുള്ള ഒരു പ്രസ് നോട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്ത് അയച്ചിട്ട് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു പാരഗ്രാഫേ ഉള്ളൂ, ഒന്ന് വായിക്കുകയാണ്. അതിനിപ്പോൾ 2 കാര്യങ്ങൾ പറയുകയാണ്. കാരണം ഇതുപോലുള്ള കേസുകൾ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം അതിൽ ഒരുപക്ഷെ ഇരയാക്കപ്പെട്ട ഒരാളാണ് ഞാൻ. എൻ്റെ കേസിൽ ഒരു ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തിട്ട് ഞാനൊരു പോക്സോ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളാണ്. പക്ഷെ ഭാഗ്യത്തിന് ഈ പറഞ്ഞതുപോലെ വീഡിയോകളും അത് മൊത്തം ഒരു CCTVയുടെ താഴെ സംഭവിച്ചതായതുകൊണ്ടും എന്നോട് പെൺകുട്ടി കാശ് ചോദിച്ചതിൻ്റെ തെളിവ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയേണ്ട ആളാണ്. കാരണം എന്തോ ഭാഗ്യത്തിന്, പിന്നെ എൻ്റെ മനക്കെട്ടി ഉള്ളത് കൊണ്ട് ഞാൻ സൂയിസൈഡിനൊന്നും ശ്രമിച്ചില്ല. എൻ്റെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരുന്നു, ഞാൻ തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഉറപ്പുണ്ടെങ്കിലും ഒരു നിമിഷത്തെ ജസ്റ്റ് ഒരു ചിന്താഗതി മാറിപ്പോയാൽ മതി, ഒരാൾ സൂയിസൈഡ് ചെയ്യും. കാരണം അയാൾ എങ്ങനെ ഫേസ് ചെയ്യും. പ്രത്യേകിച്ച് ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടെ ആയിരുന്നുകൊണ്ട് ഇത്രയും ബില്യൺസ് ഓഫ് ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരോട് എന്ത് പറയും എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാനിതിവിടെ പറയാനുള്ള കാരണം, നിങ്ങളത് പ്ലേ അപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാരണം, ഇത്തരം സാഹചര്യങ്ങൾ ആർക്കും എപ്പോഴും ഇനി എങ്ങനെ ഉണ്ടാവാന്നുള്ള കാര്യമാണ്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ആരും സൂയിസൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നാട് വിട്ട് കളയാമെന്നോ അല്ലെങ്കിൽ ഒളിച്ചോടി ഒരിക്കലും മാറി നിൽക്കരുത്. നമ്മൾ നേർക്ക് നേരെ ഒന്ന് ഫൈറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം. ഈ നാട്ടിൽ കോടതിയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കാര്യത്തിൽ കോടതിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലാണ്. കോടതി എൻ്റെ പ്രൂഫ് എല്ലാം കേട്ട് എനിക്ക് ആദ്യമേ ആൻറ്റിസിപ്പേറ്റ് തന്നു. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണമായി ഞാൻ നിരപരാധിയാണെന്ന് കണ്ടെത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു. അപ്പം ഞാനും ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് രാഹുൽ ഈശ്വർ ഈ മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ അദ്ദേഹത്തെ പുച്ഛിച്ച ഒരാളാണ്. സ്വന്തം ജീവിതത്തിലൊരു അനുഭവം വന്നപ്പം നമുക്ക് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും
ഈ മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗമായിട്ട് നമ്മൾ ആരുടെ നിന്ന് ഒരു ഡൊണേഷനോ ഒന്നും സ്വീകരിച്ചിട്ടല്ല, എൻ്റെയും രാഹുലിൻ്റെയും മെൻസ് കമ്മീഷന്റെ കോൺട്രിബ്യൂഷനായിട്ട് ആ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്നത് ഇപ്പം തൽക്കാലം കൊടുക്കാൻ പറ്റുന്ന 1 ലക്ഷം രൂപയാണ്. ആ 1 ലക്ഷം രൂപ നമ്മൾ എത്രയും പെട്ടെന്ന് രാഹുലും ഞാനും നേരിട്ട് പോയി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഏൽപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത് ഇത്തരം ഒരു പൊതു അറിയിപ്പായിട്ട് കൂടെ നിങ്ങൾ കൊടുക്കണം. ഇത്തരം ഇതുപോലുള്ള വ്യാജ കേസുകൾ വന്നാൽ ആരും വിഷമിക്കരുത്, ധൈര്യമായിട്ട് നമ്മളെ ബന്ധപ്പെടാം. സൗജന്യ നിയമസഹായം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള പോക്സോ വാദിക്കുന്ന വക്കീലുണ്ട്, ക്രിമിനൽ ഇതുപോലത്തെ ഡൊമസ്റ്റിക് വയലൻസ് വാദിക്കുന്ന വക്കീലുണ്ട്, അല്ലെങ്കിൽ റേപ്പ് കേസുകൾ വാദിക്കുന്ന വക്കീലുണ്ട്. അവരുടെയൊക്കെ നിയമസഹായം നമ്മൾ മിഷൻ മെൻസ് കമ്മീഷൻ വഴി അവർക്ക് സൗജന്യ നിയമസഹായം കൊടുക്കുന്നതായിരിക്കും. അതെല്ലാം നമ്മൾ വോളണ്ടറി ആയിട്ട്, ഇപ്പം എൻ്റെ കയ്യിൽ നിന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, രാഹുലിൻ്റെ ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ രണ്ടുപേരും വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇദ്ദേഹം ഇപ്പോൾ ദീപകിൻ്റെ വീട്ടുകാർക്കാണെങ്കിലും നമ്മളത് ഹെൽപ്പ് എത്തിക്കാൻ പറ്റുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ രാഹുലിന് കിട്ടുന്ന ആ ഒരു ഇതാണ് നമ്മൾ അവരിലോട്ടും കൂടെ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. കാരണം നിങ്ങൾ ഒരു വാർത്ത വരുമ്പോൾ, ഒരു പീഡന വാർത്ത, ഒരു FIR, ഒരു എക്സാമ്പിൾ പറയട്ടെ, ഈ കൂടി നിൽക്കുന്ന ഈ ഒരു വലിയ ക്രൗഡുണ്ട്. ഈ ക്രൗഡിൻ്റെ അകത്ത് ഇതേ സമയം 12:31 സമയത്ത് ഈ ഇരിക്കുന്ന, എനിക്ക് ആരുടെങ്കിലും പേരെടുത്ത് പറയാൻ എനിക്കറിയില്ല, ഒരാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പെൺകുട്ടി പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ FIR ലോഡ്ജ് ആവും. FIR ലോഡ്ജായ ഇന്ന ചാനലിൽ ഇന്ന ക്യാമറമാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ പീഡന കേസിൽ പ്രതി എന്ന് പറഞ്ഞ് വാർത്ത വരും. പിന്നീട് തെളിയിക്കത്തുള്ളൂ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മൾ ഇത്രയും സാക്ഷികളെ വിസ്തരിക്കണം, ഇവിടുത്തെ CCTV എടുത്തു കൊടുക്കണം. അപ്പോഴത്തേക്ക് പുള്ളിയുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരുടെ ഇടയിലും സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പുള്ളി നാറി കാണും. പിന്നെ ഈ വാർത്ത എത്ര പ്രാധാന്യത്തോട് പിന്നെ മാധ്യമങ്ങൾ അദ്ദേഹം ഫ്രീ ആക്കി എന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇനിയൊരു ദീപക്കോ മുകേഷോ നായരോ അല്ലെങ്കിൽ അത്തരം ആൾക്കാരും ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഇവിടെ അതിജീവിതനായിട്ട് മാറിയത് ദീപക്കാണ്. ദീപക്കിന്റെ കുടുംബത്തിന്, ദീപക്കിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഈ പെൺകുട്ടിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി പെൺകുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ നിയമത്തിന്റെ ഏറ്റവും കാഠിന്യമേറിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിഷൻ മെൻസ് കമ്മീഷന്റെ ഈ ഒരു പത്രസമ്മേളനം അവസാനിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമാണ്. കാരണം ദീപക്ക് ഒരുപക്ഷെ നമ്മളെ ആരെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ടെങ്കിലും കൊടുത്തിട്ട്, പുള്ളി ആ ഒരു വിഷമത്തിൽ പുള്ളിയുടെ 2-3 സുഹൃത്തുക്കളായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. പുള്ളി രാത്രി വിളിച്ച് സംസാരിച്ചത് വലിയ വിഷമമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നത് കണ്ടിട്ട് പുള്ളിക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ഇന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, പുറത്തെങ്ങനെ ഇറങ്ങുമെന്നുള്ള ആ ഒരു വിഷമത്തിലാണ് പുള്ളി ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ആ പെൺകുട്ടിയാണെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ദീപകിൻ്റെ കുടുംബത്തിനും ആ മരിച്ചുപോയ അദ്ദേഹത്തിനും ഇതിൻ്റെ ഒരു നീതി വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അത് തീർച്ചയായിട്ടും നീതി ഉണ്ടാവും. നിങ്ങളുടെ മാധ്യമങ്ങളുടെ വളരെ ശക്തമായ ഒരു സപ്പോർട്ട് ഈ ഒരു വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. ഇതൊരു ഐ ഓപ്പണറായിട്ട് മാറണമെന്നുള്ളതാണ് നമ്മളൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഇത് നമ്മളെപ്പോഴും ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഓരോ പ്രാവശ്യം ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ രാഹുൽ ഇത്രയും എഫേർട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഒരാൾ, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആണെന്ന് നമ്മൾ പറയുന്നില്ല, ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പം എൻ്റെ കേസിൽ സാമ്പത്തികമായ നേട്ടമാണ് അവർ ആഗ്രഹിച്ചത്, പോപ്പുലാരിറ്റി അല്ല. കാരണം പൈസ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കേസ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് ഓഡിയോ ഉണ്ടായിരുന്നു. പൈസ ചോദിച്ചുകൊണ്ട് എൻ്റെ കാറിനകത്ത് വെച്ച് ചോദിച്ചുകൊണ്ട്, കാറിൽ ഡാഷ് ക്യാമറ ഉണ്ടായിരുന്നു, എൻ്റെ ഓഡിയോ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ഇതുപോലെ മറ്റൊരു ദീപക്കായിട്ട് ഞാനും ഒരുപക്ഷെ ചിന്തിച്ചാണ്. എൻ്റെ ഒരു വിൽപ്പോറോ മൈൻഡ് പവറോ കൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എൻ്റെ കേസ് ഫൈനൽ ഡിസ്ചാർജ് മാത്രമേ ആവുള്ളൂ. ബാക്കി പോലീസ് ക്ലീൻ ചിട്ട് എനിക്ക് തന്നു ഈ കേസിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പം അതൊക്കെ വെയിറ്റ് ചെയ്യാതെ അതിന് മുമ്പ് ഞാൻ പോയി മരിച്ചു കഴിഞ്ഞാൽ നഷ്ടം എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ആർക്കാണ്, വേറെ ആർക്കും ഇല്ല എൻ്റെ അകത്തുള്ള നഷ്ടം. അപ്പം ഈ ആരും ഇതുപോലുള്ള വ്യാജ കേസ്, വ്യാജ വീഡിയോ, വ്യാജ പരാതി, അതിൻ്റെ പേരിൽ ഇനി ഒരു ദീപക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് വിഷമമുണ്ട്. നമുക്ക് ഒരു ദിവസം നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്, മിഷൻ മെൻസ് കമ്മീഷൻ. അതിൻ്റെ അകത്ത് വരുന്ന പരാതികൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 500 മുതൽ 5000 പരാതികൾ വരെ വന്ന ദിവസമുണ്ട്. ഓരോ സ്ത്രീധനത്തിൻ്റെ ഇഷ്യൂവിൽ ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ 2 കുട്ടികൾ തമ്മിൽ സംസാരിച്ചതിൽ പാരൻസിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പോക്സോ ആക്കുക, അങ്ങനെ പല പല കേസുകളാണ്. ഈ ഒരു ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അഗെയിൻസ്റ്റ് സെക്ഷൽ ഒഫൻസ് എന്നുള്ള ആക്ട് ഏറ്റവും മിസ്യൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്റർനാഷണലി പോയി കേരള ലോ അക്കാഡമി റെപ്രസെന്റ് ചെയ്ത ഒരു പേപ്പറൊക്കെ പ്രസന്റ് ചെയ്തു. അപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം 5000-ഓളം കേസ് രജിസ്റ്റർ ചെയ്തതിൽ 4008 വ്യാജ കേസുകളെന്ന് കോടതി പോലും കണ്ടെത്തിയെന്നാണ്. അപ്പോൾ
നിങ്ങളുടെ വളരെ അകമൊഴിഞ്ഞ ഒരു സപ്പോർട്ട് ഈ ഒരു കേസിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രാഹുൽ വരാത്തത് ഈ ഒരു കേസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മേ ബി അദ്ദേഹത്തെ ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റാണ് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഈ ഒരു അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. സോറി. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.